मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। റോസ് മേടിക്കൂ, റോസ്. നല്ല റോസ് ഉണ്ട്, ഇവിടെ വന്ന് മേടിക്കൂ. വാവ്, എത്ര മനോഹരമായ റോസാപ്പൂക്കൾ. അയ്യോ, അവൻ സ്വീറ്റിനെടുത്താ ഒന്ന് 100 രൂപയാ. നിങ്ങൾ കെമിസ്റ്റും അല്ല, ടൈപ്പിസ്റ്റും അല്ല, എന്തിനു പറയാൻ നിങ്ങളൊരു ഫ്ലവറിസ്റ്റും അല്ല. അപ്പൊ പിന്നെ എന്തിനാ പോയിക്കുന്നേ? കാരണം ഇദ്ദേഹം ഒരു ഓപ്പർച്യൂണിസ്റ്റാ. പൂക്കളൊക്കെ നന്നായിട്ട് വിറ്റ് ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ നോക്കുക. റോസ് ഡേയുടെ അന്ന് മാത്രമേ റോസിന്റെ വിലയുള്ളൂ. അപ്പൊ രാത്രി വാങ്ങിയ വില കുറച്ച് തരുമോ? ഓ എന്റെ പൊന്നാണി, റോസ് ഡേ എന്ന് വെച്ചാൽ എവരിഡേ അല്ല, റോസ് ഡേ എന്ന് വെച്ചാൽ പൂക്കളുടെ ദിവസം. റോസ് റോസ് റോസാപ്പൂ ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസം. ഓ, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് നമ്മൾ റോസ് കൊടുക്കുന്ന ദിവസം. ഇപ്പൊ പോപ്പറ്റിന് സ്വീറ്റിന് ഇഷ്ടല്ലേ, അവൾക്ക് റോസ് കൊടുക്കാം. ഒന്നാലോചിച്ചോക്കെ, പോപ്പറ്റ് സ്വീറ്റിന് റോസസ് കൊടുക്കും. അവള് നാണിച്ച് ആ റോസ് വാങ്ങും ചെയ്യും. പിന്നെ പോപ്പറ്റിന്റെ ഒപ്പം ആകാശത്ത് ഒറ്റയ്ക്ക് പറക്കും. പിന്നെ ഡിന്നർ, അതിനുശേഷം മീറ്റിംഗ്, അതിനുശേഷം. എനിക്ക് മനസ്സിലായി ബന്നി, എനിക്ക് മനസ്സിലായി. ചേട്ടാ, ഒരു റോസ് തരോ? ഒന്നോ? എടാ ഒന്നല്ല, ബൊക്കെ വാങ്ങ്. അതില് കുറഞ്ഞത് 20 റോസെങ്കിലും വേണം. പക്ഷെ പോപ്പട്ടിന്റെ കയ്യിൽ അത്രയും കാശില്ലല്ലോ. ചേട്ടാ, പൂവെന്ന് വെച്ചാ എന്താണ്? പൂവെന്ന് വെച്ചാ എന്താ? പൂക്കൾ പ്രകൃതിയുടെ ഭംഗിയല്ലേ? പൂവുള്ള ദൈവത്തിന് ഇഷ്ടപ്പെട്ട സാധനം. പൂവും സന്തോഷം എല്ലാവർക്കും പകർന്നു കൊടുക്കണം. Any doubt? ഉപദേശം തരാൻ എന്റെ അപ്പനുണ്ടാ. പൂ വേണമെങ്കിൽ ഉപദേശം ഒന്നും വേണ്ട, പൈസ തന്നാ മതി. അയ്യോ, പോപ്പട്ട് പാവം, സ്വീറ്റിക്ക് ബൊക്ക വാങ്ങി കൊടുക്കാൻ പറ്റിയില്ല. കൊടുക്കാൻ പറ്റും. മുഴുവൻ വീടും ടെസ്റ്റിംഗ് ചെയ്താൽ ആ കാശ് ഉപയോഗിച്ച് എനിക്ക് 5 റോസാക്കൾ വാങ്ങാൻ പറ്റും. ആ സ്റ്റോർ റൂം ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിലേ എനിക്ക് 5 റോസസ് വാങ്ങാൻ പറ്റും. 10 റോസ് മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് തരാം. വേണമെങ്കിൽ ഒന്ന് മേടിച്ചോ. ഒരു മിനിറ്റ്, എനിക്കൊരു കൺഫ്യൂഷൻ. നിങ്ങൾ എല്ലാവരും സ്വീറ്റിക്ക് റോസ് കൊടുത്താ പിന്നെ നമ്മുടെ പോപ്പട്ട് എന്ത് ചെയ്യും? ഞങ്ങൾ റോസസ് പോപ്പറ്റിന്റെ കയ്യിൽ കൊടുക്കും, പോപ്പറ്റ് സ്വീറ്റിക്ക് നൽകും. Deal? Okay. തോത്താറാമിന്റെ കോളോ? അവന്റെ അടുത്ത് പറയരുത്, ഇന്ന് റോസ് ഡേ ആണ്. ചേട്ടാ, വേഗം താ. സമയം കഴിഞ്ഞു പോയാൽ ആർക്കും ഒന്നും തന്നെ കിട്ടൂല. Any doubt? എനിക്ക് കാണാം നമുക്ക് എല്ലാവർക്കും ഉപദേശം തരുന്ന പോപ്പട്ടി എന്ത് ചെയ്യൂ എന്ന്. സ്വീറ്റ് എന്തിനാ അവനെ എടുത്തിട്ട് തല്ലുന്നേ? അവൻ റോസാപ്പൂ കൊടുത്ത് സ്വീറ്റിയെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചു. അയ്യോ, ഞാൻ റോസ് തരാനാ വന്നത്. തല്ലല്ലേ, വേദനിക്കുന്നു. ഒരാളുടെ മനസ്സ് തകർക്കുന്നത് വലിയ കാര്യമാണ്. അതിന്റെ കൂടെ പോകോ അടിച്ച് തകർക്കണോ? അതേ പോപ്പട്ട്, സ്വീറ്റ് വളരെ ദേഷ്യത്തിലാ കേട്ടോ. അവളുടെ സ്റ്റോറി റിജക്റ്റ് ആയി. ബൈ ദ വേ, നീ ഈ റോസാപ്പൂ കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? സ്വീറ്റിക്ക് വേണ്ടിയാണോ? ഇല്ലല്ല, ഇത് ജോർദാറിന് വേണ്ടിയാ. എന്ത്? അതെ, അല്ല, ജോർദാറിന് പുൽക്കം ചെയ്യാൻ റോസസിന്റെ ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ടാ. എനി ഡൗട്ട്? ഓക്കേ ഓക്കേ, എങ്കിൽ ഞാൻ പോകുന്നു. സ്വീറ്റിയെയും കൊണ്ട് കഫേയിൽ പോകേണ്ടതാ. അവിടുത്തെ ഗ്രീൻ ചില്ലി ജ്യൂസ് കുടിച്ചാൽ സ്വീറ്റിയുടെ മൂടൊക്കെ പമ്പ കടക്കും. ഹായ് സ്വീറ്റി. ഹായ്, വരൂ നമുക്ക് മാർക്കോ കഫേയിലേക്ക് പോകാം. സ്വീറ്റിയുടെ മൂഡ് ശരിയായതിനു ശേഷം ഞാൻ ആ കാഫേക്ക് ചെന്ന് റോസ് കൊടുക്കാം. എനി ഡൗട്ട്? വാവ്, എനിക്കിഷ്ടപ്പെട്ട ഗ്രെയിൻ, അതും തനിച്ച്. ഞാനെന്ന് കിളി വിത്ത് റോസ് പെറ്റൽസ് കഴിക്കാൻ പോവാ. വാവ്.
രക്ഷിക്കൂ. അയ്യാ, ഊ. പരുന്തും പോപ്പട്ടും സുഹൃത്തുക്കളായി രണ്ടുപേരും കൂടി കളിക്കാണ്. അയ്യോ. എടാ മണ്ട, അവര് കളിക്കല്ല, പോപ്പറ്റിനെ അറ്റാക്ക് ചെയ്യാ. പോപ്പറ്റ്! താഴെ വാ. എടാ മണ്ട, അവൻ തന്നെ അറ്റാക്ക് ചെയ്യല്ലേ, എന്നിട്ട് അതിന് അവന്റെ ഒപ്പം പറന്നത് നീ? അതെ, പേടിയിൽ ഞാൻ മറന്നുപോയി. ഞാൻ മിണ്ടാതെ താഴെ വരണമായിരുന്നല്ലേ. താഴെ പ്രശ്നം ഉണ്ടാകുമ്പോ നീ പറക്കാൻ മറക്കുന്നു. ഇനി ആകാശത്തിലാണ് പ്രശ്നമെങ്കിലോ നീ താഴെ വരാനും മറക്കുന്നു. ആർ യു ഷുവർ? ഞാനാണോ വലിയ കഴുത അതോ ഇവനാണോ? ഏയ്, ചിരിക്കരുത്. എന്നെ വേഗം മീക്കോ കാഫേയിൽ ഡ്രോപ്പ് ചെയ്യേ. സ്വീറ്റി എവിടെയാണോ ഉള്ളത്? അല്ല, ഇതാ മെക്കക്കായ് ഇവിടെയുണ്ട്. അവിടെ നോക്ക്, സ്വീറ്റിയും പിങ്കിയും അവിടെ ഇരിക്കുന്നുണ്ട്. സ്വീറ്റിയുടെ മൂഡ് കൊള്ളാന്ന് തോന്നുന്നു. ആ, ഇപ്പൊ പോ. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നീ ഒരു തത്തയല്ലേ? തത്തയെ കാണാൻ തത്തയെ പോലെ തന്നെ ഉണ്ട്. ആദ്യം നീ ഒന്ന് പോ. അയ്യോ, അവൻ സ്വീറ്റിനടുത്താ പോന്നേ. അതാരായിരിക്കും കൊടുത്തത്? അത് വളരെ വലുതാണല്ലോ. പക്ഷെ പോപ്പറ്റ് നിന്റത്. നീ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ. Flowers for you. അതാരാ കൊടുക്കുന്നത്? ഒരു എതിരാളി ചെയ്യാത്ത കാര്യമാണ് ഈ സുഹൃത്ത് ചെയ്തിരിക്കുന്ന. സുഹൃത്തുക്കളെ, അതിരാവിലെ ഞാൻ കണ്ട സ്വപ്നം മൊത്തവും അവൻ ഇരുട്ടാക്കി കളഞ്ഞു. പറഞ്ഞത് ശരിയാ പോപ്പറ്റ്. നിന്റെ വിഷമം ഞങ്ങളായിട്ട് ഷെയർ ചെയ്യേ. ശരിയാ, നീ ഇവിടെ തന്നെ നിൽക്ക്. അത്രയും റോസുകൾ ഉള്ളപ്പോ നീ ഇത് എടുത്തോണ്ട് പോയ എങ്ങനെ ഉണ്ടാവും അറിയോ? ഹോട്ട് ചോക്ലേറ്റ് ബ്രൗണിയുടെ മേലെ പുളി കലക്കി ഒഴിച്ചതുപോലെ ഉണ്ടാവും. നിങ്ങളൊക്കെ എന്ത് ഫ്രണ്ട്സാ? ഒരു ഫ്രണ്ട് വിഷമിച്ചിരിക്കുമ്പോ അത് വെച്ച് കളിയാക്കുക. യഥാർത്ഥ സുഹൃത്തുക്കളൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു തരും. ഓ, എന്റെ ചിരി തന്നെ കാണിച്ചു കൊടുക്കുന്നു. എന്റെ മനസ്സ് പൊട്ടിയതിൽ നിനക്ക് എത്ര സന്തോഷമുണ്ടെന്ന്. എനി ഡൗട്ട്? പക്ഷെ എനിക്ക് ദുഃഖമുണ്ട് പോപ്പട്ട്. നിനക്ക് റോസ് കൊടുക്കാനും പറ്റിയില്ല. വീട്ടിലെ ഡസ്റ്റ് ആണെങ്കിൽ നീ തന്നെ തുടയ്ക്കുകയും വേണം. എടാ ഹണി, ഒന്നും മിണ്ടാതിരിക്ക്. എന്റെ കണ്ണിന്റെ കൂടെ എന്റെ മനസ്സിൽ നിന്നും കണ്ണീര് വരുന്നുണ്ട്. അവൻ സ്വീറ്റിക്ക് റോസസ് കൊടുത്തോണ്ടിരിക്കുന്നത് ഞാനിവിടെ ഡസ്റ്റ് അടിച്ചോണ്ടിരിക്കുന്നു. ഇത് ഇത് നിനക്ക് നിനക്ക് വേണ്ടിയാണ് വേണ്ടിയാണ് പോപ്പട്ട്. പോപ്പറ്റ്. ആ കൂടി അവൻ മണ്ണിട്ട് കഴിഞ്ഞു. അതിന്റെ കൂടെ നിങ്ങൾ മസാല ഇടുന്നുണ്ടോ? എടാ, സുഹൃത്തുക്കളൊക്കെ അവരവരുടെ ഫ്രണ്ട്സിന് റോസ് കൊടുക്കുന്ന സാധാരണ ആടാ. എന്റെ മനസ്സ് പൊട്ടിപ്പോയി സുഹൃത്തുക്കളെ. എന്റെ പ്രേമത്തിന്റെ ചുവര് അവൻ പൊട്ടിച്ചല്ലോ. അവനും എന്റെ സുഹൃത്താണ്. ബ്രദർ, ഇന്ന് എന്താ സംഭവിച്ചെന്നറിയോ? ഇന്നെന്തിനാ വെറുതെ നിന്ന് ജോലി ചെയ്തോണ്ടിരിക്കുന്നേ? ആദ്യം നിന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഇന്ന് എന്ത് സംഭവിച്ചെന്നറിയോ? ആ ചെടി നീ ഇന്ന് ഇല്ലാതാക്കി. ചുണ്ടി ബാബു, ദേവദാസ് അതുകൊണ്ടാ ഇന്ന് വിഷമത്തിലിരിക്കുന്നേ. ഈ ചുണ്ടി ബാബു അവന്റെ സുഹൃത്തിനെ തന്നെ പറ്റിച്ചു. തോത്തു ബ്രോ. ബ്രോ എന്നാണോ പറയുന്നത്? നീ എവറസ്റ്റിന്റെ അത്ര നാണിക്കണം. നീ കടലിന്റെ അത്ര ദ്രോഹിച്ചിരിക്കുന്നു. നിന്നെ പോലെ ഒരു ഹലോ എവരിവൺ. എന്നെ കൊണ്ട് ഇതൊന്നും കാണാൻ പറ്റില്ല. പോ തൂത്താറാം, പോ. ഹാപ്പി റോസ്റ്റി പോപ്പട്ട്. എനിക്ക് വേണ്ടിയാണോ? നീ തോത്തറാമിന്റെ കയ്യിൽ എനിക്ക് വേണ്ടി അത്രയും പൂക്കൾ കൊടുത്തയച്ചാ പിന്നെ ഞാൻ ഇതെങ്കിലും തന്നില്ലെങ്കിൽ മോശമാവില്ലേ? സോറി പോപ്പട്ട്, നീ ഓറഞ്ച് റോസസ് അല്ലേ കൊടുക്കാൻ പറഞ്ഞത്, പക്ഷെ എനിക്കത് കിട്ടിയില്ല. അത് സാരമില്ല തോത്തറാം, നീ ഇത്ര ചെയ്തില്ലേ, അത് തന്നെ എനിക്ക് ധാരാളം. സുഹൃത്തുക്കൾ മാത്രമേ എപ്പോഴും ഉപകരിക്കൂ.
പക്ഷെ റോസാപ്പൂക്കൾ കൊടുക്കാൻ നീ എന്താ വരാഞ്ഞേ? നിനക്കറിയില്ലേ എനിക്ക് ഷോ ഓഫ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല. വാ, ഗാർഡനിൽ ഞാൻ നിനക്ക് വേണ്ടി റോസസ് വളർത്തിയിരിക്കുകയാണ്. അത് നിനക്ക് തരാം. ഷോ ഓഫ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പോപ്പട്ട് തന്നെ ഇത്രയും ഷോ ഓഫ് കാണിക്കുന്നു. ബണ്ണി, നീ പറഞ്ഞത് കാരണം ഞാൻ അത്രയും റോസസ് കൊടുത്തത്. നിന്റെ ഫ്രണ്ട്ഷിപ്പ് കണ്ട എനിക്ക് അഭിമാനം തോന്നുന്നു. ഒരാൾ അവരുടെ സുഹൃത്തിനെ സന്തോഷിപ്പിച്ചില്ലെങ്കിലേ പിന്നെ വേറെ ആരാ ഇതൊക്കെ ചെയ്യുന്നത്? അതെ, ഫ്രണ്ട്സ് ആയ ഇങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ ഒരിക്കലും കാണരുത്. ഇതിനെന്താ പറയുന്നത്? എനിത്തിങ് ഫോർ ഫ്രണ്ട്ഷിപ്പ്.